ഹലോ, നമ്മളിന്ന് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ആദ്യമേ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? 1 - x² dy by dx² - 2 x² - 3y by dx പ്ലസ് n(n-1) y = 0. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ, ഒരു സീരീസ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും ഇതിൻ്റെ കോയിഫിഷ്യൻസ് വൈയുടെയോ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെയോ കോയിഫിഷ്യൻസ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഒരു സീരീസ് സൊല്യൂഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സീരീസ് സൊല്യൂഷൻ വേണം. ഇപ്പോൾ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് സീരീസ് സൊല്യൂഷൻ വേണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സീരീസ് സൊല്യൂഷനാണ് നമ്മൾ ആദ്യം എടുത്തത്. y ഒരു ജനറൽ ഫോം ആദ്യം എഴുതി. സമ്മേഷൻ ഓഫ് r(0 to ∞) ar(x⁻k-r). അപ്പോൾ നമുക്കതിനെ നമ്മുടെ ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. d2y/dx² dy/dx വേണം. അത് രണ്ടും കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കിട്ടിയ റിലേഷനാണിത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഈക്വൽ ടു 0 വേണം. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഈക്വൽ ടു 0. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ, അതും അതിൻ്റെ എല്ലാ ടേംസും സമ്മേഷനിലാണ്. ഓക്കെ, സമ്മേഷൻ. അപ്പോൾ ഓരോ ഇപ്പോൾ x(k - r - 2) അല്ലെങ്കിൽ എക്സിന് ഒരു കോയിഫിഷ്യൻ്റ് കാണും. അതായത് ഈ സീരീസ് എല്ലാം അങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ സമ്മേഷൻ അങ്ങ് മാറ്റി ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എക്സിന് ഒരു കോയിഫിഷ്യൻ്റ് കാണും, x² കോയിഫിഷ്യൻ്റ് കാണും, x³ കോയിഫിഷ്യൻ്റ് കാണും, x⁻k കോയിഫിഷ്യൻ്റ് കാണും. അപ്പോൾ നമ്മളിതൊരു ഡിസെൻഡിങ് സീരീസ് സൊല്യൂഷനാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ x⁻k ആയിരിക്കും ഏറ്റവും വലിയ, എക്സിന് ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ k ആയിരിക്കും. അപ്പോൾ x⁻k ആയിരിക്കും ഏറ്റവും അവസാനത്തെ ടേം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എല്ലാ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എല്ലാത്തിനും എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് കാണും, x² കോയിഫിഷ്യൻ്റ് കാണും. അപ്പോൾ അങ്ങനെ എല്ലാ എക്സിൻ്റെയും കോയിഫിഷ്യൻ്റ് ഈക്വൽ ടു 0 ആയെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കിട്ടത്തുള്ളൂ. അതായത് ഇതെല്ലാം സം ആണല്ലോ. 0 + 0 + 0 + 0 ഈക്വൽ ടു 0 എന്ന് വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ടേമും 0 ആയെങ്കിൽ ഈക്വൽ ടു 0 വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് x⁻kയുടെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ കോയിഫിഷ്യൻ്റ് എടുത്തു, ഈക്വൽ ടു 0 എന്ന് ഇട്ടു. അപ്പോഴത്തേനും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായി ഒരു കാര്യം കൊണ്ട് a0 എന്ന് പറയുന്ന ടൈം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, കാരണം അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ട് റിലേഷൻ കിട്ടി. k = n ആണെങ്കിലോ അല്ലെങ്കിൽ k = -n+1 ആണെങ്കിലോ ഈക്വൽ ടു 0 ആയിക്കോളും, കോയിഫിഷ്യൻ്റ് ഈക്വൽ ടു 0 ആയിക്കോളും. അത് നമ്മുടെ ആദ്യത്തെ റിലേഷൻ. ഇനി അടുത്തത് നമ്മൾ മുമ്പേ ചെയ്ത് x⁻kയുടെ കോയിഫിഷ്യൻ്റാണ്. ഇനി അടുത്ത ചെറിയ ടൈം x⁻k-1 കോയിഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രാക്കറ്റ് ടൈംസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വരും. പക്ഷേ അങ്ങനെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ a1 0 ആയിരിക്കണം. അപ്പോൾ a1 ഈക്വൽ ടു 0 എന്നും കിട്ടി. പക്ഷെ നമുക്ക് ഇനി എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ എക്സിൻ്റെയും കോയിഫിഷ്യൻ്റ് എടുത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ജനറൽ സൊല്യൂഷനിലേക്ക് പോയപ്പോൾ x⁻k - r - 2 എന്ന് പറഞ്ഞ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളൊരു റിലേഷനിലേക്ക് പോയി. കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കിട്ടി ar+2 = ഈ ടേം ഇൻറ്റു ar. അപ്പോൾ മനസ്സിലായി ഇത് എന്തിൻ്റെ റിലേഷനാണ്? ഒരു ടേം ഒന്നിടവിട്ടുള്ള ടേംസ് തമ്മിലുള്ള റിലേഷനാണ്. ar അറിയാമെങ്കിൽ ar+2 കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് a0യും a1 അറിയാം, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അറിയാം. ഓക്കെ, ഒരു കാരണപ്പെട്ട് a0 എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഫിസിക്കൽ പ്രോബ്ലമാണോ സോൾവ് ചെയ്യുന്നത് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് വരുന്ന ടേം ആയിരിക്കും സീരീസ് സൊല്യൂഷൻ്റെ ഫസ്റ്റ് ടൈം.
അപ്പോൾ അത് നമ്മൾ ആർബിട്രറി ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം. പിന്നെ A1 ഈക്വൽ ടു 0 എന്നും കിട്ടി. അപ്പോൾ A1 0 ആണെങ്കിൽ A3 0 ആയിരിക്കും, A5 0 ആയിരിക്കും, അങ്ങനെ ബാക്കി എല്ലാ ടൈപ്സും 0 ആയിരിക്കും. ഇനി ഇനി കേസ് 1 എന്നും പറഞ്ഞുകൊണ്ട് K ഈക്വൽ ടു 1 K ഈക്വൽ ടു N എന്ന് പറഞ്ഞ് കേസ് എടുക്കുവാണ്. നമ്മൾ ആദ്യം കണ്ടായിരുന്നു A0യുടെ കോയിഫിഷ്യൻറ്റിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് K ഈക്വൽ ടു N എന്ന് പറഞ്ഞ് ആണെങ്കിൽ ആ കോയിഫിഷ്യൻറ്റ് 0 ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ K ഈക്വൽ ടു N നമ്മുടെ ഈ കിട്ടിയ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A2 A4 ഒക്കെ കിട്ടും. ഓക്കെ, A2 A4 കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനെല്ലാം ഒരു ജനറൽ പാറ്റേൺ ഉണ്ട്. ഓക്കെ, ജനറൽ പാറ്റേൺ ഉള്ളതുകൊണ്ട് ജനറൽ പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത് ജനറൽ സൊല്യൂഷൻ നമ്മൾ ആദ്യം കണ്ട ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എടുത്താണ് നമ്മൾ പോയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ഈ കോയിഫിഷ്യൻറ്റ് ARഉം AR + 2ഉം അല്ലെങ്കിൽ ഈ കോയിഫിഷ്യൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അപ്പോൾ അതെടുത്ത് നമ്മൾ ആ വൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ വരുന്നു. ഈ ഇക്വേഷൻ വന്നിട്ട് അത് A0 എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റ്, അത് നമ്മൾ ഈ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷനാണ് ലെജൻഡർ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ലെജൻഡർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ A0 ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഫോമിൽ വരുന്നു. ഈ ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതിനെ നമ്മൾ അതിനെയാണ് ലെജൻഡർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ടെർമിനേറ്റിംഗ് സീരീസാണ്. കാരണം ഇവിടെ N-1 അല്ലെങ്കിൽ എല്ലാം അപ്പോൾ N = 2 ആണെങ്കിൽ 2 - 2 എന്ന് വരുമ്പോൾ ഈ ടൈം 0 ഇപ്പോൾ അങ്ങനെ ഇതൊരു ടെർമിനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞു. പിന്നെ K = -n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത അടുത്ത സൊല്യൂഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് സൊല്യൂഷൻ കിട്ടി. അതിനെ ലെജൻഡർ സൊല്യൂഷൻ ഓഫ് ലെജൻഡർ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോമിൽ എങ്ങനെ എഴുതാം? y = A Pn(x) + B Qn(x). ഓക്കെ, ഇത് ഇവിടെ വരെയാണ് കണ്ടീഷൻ പറഞ്ഞത്. ഈ Pn(x) ആണ് നമ്മുടെ ഒരു ടെർമിനേറ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് Pn(x) ആണ് ഏറ്റവും താല്പര്യമുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, ഇനി ഈ Pn(x) വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ലെജൻഡർ പോളിനോമിയൽ Pn(x). മുമ്പ് പറഞ്ഞല്ലോ, Pn(x) = ആ റിലേഷൻ. ഓക്കെ, ഇതിനകത്ത് എന്നെ നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P0(x), P1(x), P2(x) കിട്ടും. അപ്പോൾ P0(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/0 ഫാക്ടോറിയൽ ഇൻറ്റു x⁻⁴. അപ്പോൾ 1 തന്നെ വരും. P1(x) ചെയ്ത് കഴിയുമ്പോഴത്തേനും 1 ഇൻറ്റു 2 ഇൻറ്റു 1 - 1, അപ്പോൾ 1/1 ഫാക്ടോറിയൽ ഇൻറ്റു x⁻1 വരും. അപ്പോൾ ഈ ടേംസ് ഒന്നുമില്ല, കാരണം n 1 ആണെങ്കിൽ ഈ ടേം കിട്ടുന്നില്ല, 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ P1(x) = x, P2(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/2 3x² - 1 എന്ന് വരും. പക്ഷേ നോക്കിയറിയാം ഇത് വളരെ ഇപ്പം ഇതുവരെ ഒന്നും കുഴപ്പമില്ല അല്ലേ, P2(x) വരെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു P5(x) വേണമെന്ന് വിചാരിക്കുക. P5(x) വേണം. ഓക്കെ, എങ്കിലിതും വളരെ പാടായിരിക്കും. കാരണം കൂടുതൽ ടേംസ് എടുക്കണം, പിന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. അങ്ങനെ കൂടുതൽ എന്നിൻ്റെ വാല്യൂ കൂടും തോറും നമുക്ക് കിട്ടുന്ന പോളിനോമിയലിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാനും ഒക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. അതാണ് റോഡ്രിഗസ് ഫോർമുല. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയൽ. ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് 1 - 2xz + z² (1/2). ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് z⁻n,
ടേമിൻ്റെ എക്സ്പാൻഷനിലെ കോയിഫിഷ്യൻ്റ് ഓഫ് ഇസഡ് റേസ് ടു എൻ എന്ന് പറയുന്നത് പി എൻ ഓഫ് എക്സ് ആയിരിക്കും. അതായത് നമ്മുടെ ലെജൻഡർ പോളിനോമിയലായിരിക്കും ഈ ടേമിൻ്റെ എക്സ്പാൻഷനിലെ ഇസഡിൻ്റെ കോയിഫിഷ്യൻസ്, ഈ ടേമിൻ്റെ എക്സ്പാൻഷനിലെ ഇസഡിൻ്റെ കോയിഫിഷ്യൻസ് നമ്മുടെ ലെജൻഡർ പോളിനോമിയൽസ് ആയിരിക്കും. പി വൺ ഓഫ് എക്സ് അല്ലെങ്കിൽ പി സീറോ ഓഫ് എക്സ്, പി ടു ഓഫ് എക്സ്, ഇവരൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇസഡ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് ആയിരിക്കും പി ടു ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇസഡ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും പി ത്രീ ഓഫ് എക്സ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇനി കാണാൻ പോകുന്നത്. അതിൻ്റെ പ്രൂഫാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, we have 1 minus z. ഇതിനെ നമ്മളൊന്ന് ഇസഡിനെ പുറത്തെടുത്തു. ഇസഡ് ഇൻറ്റു 2x മൈനസ് ഇസഡ് റേസ് ടു -1/2 എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഇങ്ങനൊരു എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 + x റേസ് ടു -12 ഈസ് ഇക്വൽ ടു 1 - ½ x പ്ലസ് ഈ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എക്സിന് പകരം -z ഇൻറ്റു 2x മൈനസ് z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എക്സ്പാൻഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1 + x ആണ്, അതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ആയതുകൊണ്ട് എല്ലാ ടൈമും പ്ലസ് ആയിരിക്കും. 1 + z ഇൻറ്റു ഓക്കെ ഇങ്ങനെ പോകുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അവസാനത്തേക്ക് വരുമ്പം 1 × 3 × 5 × 2n - 3 z റേസ് ടു n - 1 ആണ്. അപ്പോൾ അത് ഇവിടെ നോക്കുക, ഇവിടെ എക്സ് നമ്മുടെ പവർ 2 ആയിരുന്നപ്പം 2n - 1 ആണ് ഇവിടെ വന്നത്. 1 × 3 ലാസ്റ്റ് ടൈം ആയിട്ട് ന്യൂമിനേറ്ററിലെ ലാസ്റ്റ് ടൈം ആയിട്ട് വന്ന് 3 ആണ്. 2 × 4 - 1 3. ഡിനോമിനേറ്റർ ലാസ്റ്റ് ടൈം ആയിട്ട് വന്ന് 2n ആണ്. 2 × 2 4. അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, 2n - n - 1 ആണ് നമ്മുടെ പവർ. അപ്പോൾ 2n - 2 -1 വരും അല്ലേ. 2n - 1 വരുമ്പോഴും 2n - 2 -1 വരും. അപ്പോൾ 2n - 3 ആണ് ലാസ്റ്റ് ടൈം. ഇവിടെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2n ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ പവർ എന്താണോ അത് ഇൻറ്റു 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ പവർ 2n - 1 ആണ്. അപ്പോൾ 2 × 2n - 1 ഈക്വൽ ടു സോറി 2 പവർ n - 1 ആണ്. അപ്പോൾ 2 × n - 1 അതായത് 2n - 2 ലാസ്റ്റ് ടൈം. ഓക്കെ, ഇത് സെക്കൻഡ് ലാസ്റ്റ് ടൈമാണ്. ഇതിൻ്റെ വലിയ എക്സ്പാൻഷനിലെ സെക്കൻഡ് ലാസ്റ്റ് ടൈമാണിത്. പ്ലസ് ലാസ്റ്റ് ടൈം 2n - 1 ഡിവൈഡ് ബൈ 2n z റേസ് ടു n 2x മൈനസ് z ഓൾ റേസ് ടു n. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ എക്സ്പാൻഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഇപ്പോൾ 2x മൈനസ് z ഓൾ റേസ് ടു n ഇതും ഒരു വലിയ ടൈമാണ്. കാരണം ഇതിനെ നമുക്ക് കുറേ ടൈംസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അല്ല, നമ്മൾ ഈ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. a + x റേസ് ടു n = a റേസ് ടു n പ്ലസ് n അല്ലെങ്കിൽ nc0 a റേസ് ടു n പ്ലസ് nc1 a റേസ് ടു n - 1x പ്ലസ് nc2 nc1 ആണ് n, nc2 ആണ് n × n - 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, ഒരു ടൈം കുറയുന്നു അതിനനുസരിച്ച് എക്സിൻ്റെ പവർ കൂടിക്കൊണ്ട് വരുന്നു, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഇസഡ് റേസ് ടു സംതിങ് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് Pn of x ആണെന്നാണ് പറഞ്ഞത്. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് Pn of x. Pn of x ആണ് എന്താണെന്ന് നമുക്ക് മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുമ്പത്തെ Pn of x. അപ്പോൾ നമ്മൾ ഇസഡ് റേസ് ടു എന്നിൻ്റെ ടേംസിൻ്റെ എല്ലാം കോയിഫിഷ്യൻറ്റ് ഇതാണെന്ന് കിട്ടിയാൽ റേസ് ടു എന്നിൻ്റെ എല്ലാം കോയിഫിഷ്യൻറ്റ്, അതായത് ഇവർ പറഞ്ഞല്ലോ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ കോയിഫിഷ്യൻറ്റ്
ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇതിൻ്റെ എക്സ്പാൻഷൻ്റെ അകത്ത് ഇസഡ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് ലെജൻഡർ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെജൻഡർ പോളിനോമിയൽ ജനറൽ ഫോം നമുക്കറിയാം, പി എൻ ഓഫ് എക്സ് നമുക്കറിയാം. അപ്പോൾ ഇസഡ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് ഇതാണെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷനാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് പ്രൂവ് ചെയ്താൽ മതി നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ ആദ്യമേ ലാസ്റ്റ് ടൈം എടുക്കുക. ഈ ടൈം എടുക്കുക. ഈ ടൈമിൽ നോക്കിയാൽ അറിയാം ഇസഡ് റേസ് ടു എൻ ഉണ്ട്. ഓക്കെ, എല്ലായിടത്തും ഓക്കെ ഇവിടെ മാത്രമല്ല ഇസഡ് റേസ് ടു എൻ ഉള്ളത്, കാരണം ഈ ടൈമുണ്ട്, ഇത് ഇൻറ്റു ഇതിൻ്റെ എക്സ്പാൻഷനുണ്ട്. അപ്പോൾ ഈ ടൈമിലും ഒരു ഇസഡ് റേസ് ടു എൻ കാണും. അങ്ങനെ പല ടൈംസിലും ഇസഡ് റേസ് ടു എൻ കാണും. അപ്പോൾ ആ എല്ലാ ഇസഡ് റേസ് ടു എന്നും എടുത്തിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം കൂടെ ക്ലബ് ചെയ്യുക. അപ്പോൾ ക്ലബ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഇതാണെങ്കിൽ ഓക്കെ, നമ്മൾ മുമ്പ് കണ്ട 1 - 2xz + z² റേസ് ടു 1 - ½ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ടൈം എടുത്തു, ഈ ലാസ്റ്റ് ടൈം എടുത്തു, അതിൻ്റെ ഇസഡ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കി. അപ്പോൾ ഈ 2x - z ഹോൾ റേസ് ടു എന്നിന് ഈ ടൈം വെച്ചൊരു എക്സ്പാൻഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അത് നമ്മൾ മൊത്തം എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നോക്കുക, an അല്ലേ, a റേസ് ടു n ഫസ്റ്റ് ടൈം റേസ് ടു n. അപ്പോൾ ഇത് എക്സ്പാൻഷൻ എങ്ങനെ വരും, ഇത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിൽ 2x റേസ് ടു n പ്ലസ് എന്തും ആയിക്കോട്ടെ, കാരണം ഇവിടെ നോക്കുക 2x - z ആണ്. അപ്പോൾ സെക്കൻഡ് ടൈമിൽ 2x n ഇൻറ്റു 2x റേസ് ടു n - 1 ഇൻറ്റു z പ്ലസ് അങ്ങനെ പോകും. പക്ഷെ നോക്കുക, നമുക്ക് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആകേണ്ടത്. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഈ ടൈം ആണല്ലോ, ഇത് ബ്രാക്കറ്റിലാണല്ലോ. അപ്പോൾ ഇത് ഇൻറ്റു ഫസ്റ്റ് ടൈം വന്നാൽ മാത്രമേ അതിൻ്റെ കൂടെ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഈ ടൈം വരത്തുള്ളൂ. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ഇസഡ് റേസ് ടു n + 1 കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ടൈം കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആദ്യം ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് വരുന്നത് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതി ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഇത് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ വരുന്നത് 2x റേസ് ടു n മാത്രമാണ്, 2x റേസ് ടു n. അത് നമ്മൾ എഴുതി 2 റേസ് ടു n ഇൻറ്റു x റേസ് ടു n എന്ന് എഴുതി. ഇനി ഇതിനെ ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് ഈ ഫോർമാറ്റിൽ എഴുതാം. അത് സംശയം ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ഫോർമാറ്റിൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ തിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഡിനോമിനേറ്റർ 2 ഇൻറ്റു 4 ഇൻറ്റു 6 അപ്പോൾ 48 ആണല്ലോ. ഇനി ഈ ഫോർമാറ്റ് നോക്കി 2 റേസ് ടു n ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3. 2 റേസ് ടു n എന്ന് പറയുന്നത് 2 റേസ് ടു 3 8 ആണ്. 8 ഇൻറ്റു 6 48. അപ്പോൾ നമുക്ക് ഈ ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ, അതിനെ നമ്മൾ 2 റേസ് ടു n 2 റേസ് ടു n ക്യാൻസൽ ചെയ്തു. ഇതിനെ n ഫാക്ടോറിയൽ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ റിലേഷനാണ് ഇതെന്താണ് നമ്മുടെ ഇസഡ് റേസ് ടു എന്നിന് കിട്ടിയ കോഎഫിഷ്യൻ്റാണ് ഇത്. ഇസഡ് റേസ് ടു എന്നിന് കിട്ടിയ ഇസഡ് റേസ് ടു എന്നിന് ലാസ്റ്റ് ടൈമിൽ നിന്ന് കിട്ടിയ ഇത് മാത്രമേ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ടൈമിൽ നിന്ന് കിട്ടിയ കോഎഫിഷ്യൻ്റാണ് ഇത്, ഒന്നെന്ന് വിളിച്ചു. പക്ഷേ ഇതിന് ഇസഡ് റേസ് ടു എന്നിന് ഈ ടൈമിൽ മാത്രമല്ല കോഎഫിഷ്യൻ്റ്, ഇതിൻ്റെ എക്സ്പാൻഷനിലും ഇസഡ് റേസ് ടു n ഇവിടെ ഒരു ഇൻറ്റു ഇസഡ് വന്ന് ഇസഡ് റേസ് ടു എന്നിന് പിന്നെയും കോഎഫിഷ്യൻ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ ടൈമിലെ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റാണ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ടൈം നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കുക. ഓക്കെ, ഈ ഫോർമാറ്റിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കുക. അപ്പോൾ 2x റേസ് ടു n - 1 പ്ലസ് n ഇൻറ്റു 2x റേസ് ടു n - 2 അല്ലേ. ഇവിടെ എന്നിന് പകരം n - 1 അല്ലേ, എന്നിന് പകരം n - 1. അപ്പോൾ 2x റേസ് ടു n - 1 പ്ലസ് n ഇൻറ്റു 2 റേസ് ടു n - 2 ഇൻറ്റു എക്സിന് ഒരുപാട് ഇസഡ് പ്ലസ് അങ്ങനെ പോകുന്നു. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇസഡ് റേസ് ടു എൻ മൈനസ് വണ്ണിനെ ഓരോ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മളെടുത്ത് ഇസഡ് റേസ് ടു എൻ മൈനസ് വണ്ണിനെ ഓരോ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇസഡ് റേസ് ടു എൻ മൈനസ് വൺ വരും, ഇവിടെ ഒരു ഇസഡ് റേസ് ടു എൻ മൈനസ് വൺ വരും. അപ്പോൾ ഈ ഇസഡും കൂടെ ഇസഡ് റേസ് ടു എൻ ആയി അല്ലേ, ഇതൊന്ന് ക്ലബ് ചെയ്താൽ ഇസഡ് റേസ് ടു എൻ ആയി. അപ്പോൾ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ്, ഇയാളാണ്. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് എൻ അല്ല, ഇവിടെ എൻ മൈനസ് വൺ ആണല്ലോ. പവർ എൻ മൈനസ് വൺ ആണെങ്കിൽ എൻ മൈനസ് വൺ ഇൻറ്റു ഇത്. ഓക്കെ, പിന്നെ മൈനസ് ഇസഡാണ്, അപ്പോൾ മൈനസ് ഇസഡ് ഒരു മൈനസ് കൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എഴുതി. 1 × 3 × 2n - 3 / 2 × 4 × 2n - 2 2x raised to n - 2 minus n - 1 minus n - 1 ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവർ. അപ്പോൾ നമുക്ക് അടുത്ത ഈ ടേമിലെ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് കിട്ടും. ഓക്കെ, ഓക്കെ, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2n റേസ് ടു n - 1 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഇനി ഈ 2n - 1 ഇൻറ്റു n എന്ന് പറഞ്ഞ ഡിവൈഡ് ബൈ 2n - 1 ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോർമാറ്റ് കിട്ടും. ഓക്കെ, ഈ ഫോർമാറ്റ് കിട്ടും. ഇനി ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് റേസ് ടു n നമ്മൾ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ എന്താകും, കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് റേസ് ടു n Pn of x ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഇസഡ് റേസ് ടു n എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് കിട്ടിയത്, അതായത് നമുക്ക് ലാസ്റ്റ് ടൈമിലും സെക്കൻഡ് ലാസ്റ്റ് ടൈമിലും കിട്ടിയതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു വലിയ സീരീസ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഫസ്റ്റ് 2 ടൈം നമ്മൾ ലാസ്റ്റ് 2 ടൈം നമുക്ക് കിട്ടിയത് എന്താണ് നമ്മളത് എഴുതി. അത് കിട്ടുന്നത് എന്താണെന്ന് നോക്കി, എന്താ Pn of xൻ്റെ അതേ ഡെഫിനിഷൻ തന്നെയാണ്, Pn of xൻ്റെ അതേ ഡെഫിനിഷൻ തന്നെയാണ് ഇത് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു Pn of x എന്ന് എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് Pn of x ആണെങ്കിൽ ഇസഡ് സ്ക്വയർ ഇസഡ് ക്യൂബിൻ്റെ ഒക്കെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും, P1 of x. ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് P1 of x ആയിരിക്കും, ഇസഡ് സ്ക്വയറിൻ്റെ P2 of x ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനൊരു എക്സ്പാൻഷനായിട്ട് എഴുതാമല്ലോ. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ടത് ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് കണ്ടത് ഒറ്റ ടൈമിൽ, ഇസഡ് റേസ് ടു എന്ന് പറഞ്ഞ ഒറ്റ ടൈമിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം എടുത്തത്. ആ വലിയ ടൈമിനകത്ത് ഒരുപാട് ടൈംസ് കാണും. ഇസഡ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് കാണും, ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ് കാണും, ഇസഡ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കാണും. അപ്പോൾ ആ ഇസഡ് ടൈംസിൻ്റെ എല്ലാം കൂടെ കോഎഫിഷ്യൻ്റ് എടുത്താൽ എനിക്ക് P1 കിട്ടും. ഇസഡ് സ്ക്വയറിൻ്റെ ടേംസിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് എടുത്താൽ എനിക്ക് P2 of x കിട്ടും. അങ്ങനെ എനിക്കതിൻ്റെ ഒരു സീരീസ് ആയിട്ട് എഴുതാം. Pn of x. ഓക്കെ, അടുത്ത് ഇത് ഈ ഇക്വേഷൻ വെച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഷോ ദാറ്റ് Pn of 1 is equal to 1. Pn of 1 is equal to 1. ഓക്കെ, അപ്പോൾ ജനറേറ്റീവ് ഫംഗ്ഷൻ അറിയാം, ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ എക്സ്പാൻഷൻ ഇതാണെന്നറിയാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്ത് കഴിയുമ്പോൾ 1 മൈനസ് ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ 1 മൈനസ് എക്സിൻ്റെ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണിത്. ഓക്കെ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് ഇൻവേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് എക്സ് അതിൻ്റെ ഇൻവേഴ്സ് എന്താണ്, അതിൻ്റെ എക്സ്പാൻഷനുണ്ട് 1 പ്ലസ് ഇസഡ് ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് അങ്ങനെ ഒരു എക്സ്പാൻഷനുണ്ട്. അപ്പോൾ അവിടം വരെ എത്തി. ഓക്കെ, നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണെന്ന് മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ 1 പ്ലസ് ഇസഡ് ഇൻറ്റു അപ്പോൾ ഇസഡ് ഇൻറ്റു അപ്പോൾ ഈ ടൈം സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ്, P1 of 1 ആണ്. അപ്പോൾ P1 of 1 എന്ന് പറയുന്നത് 1 ആണ്. ലെജൻഡർ പോളിനോമിയൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഇത് Pn of xൻ്റെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയാണ്. അതായത് കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു Pn of xൻ്റെ കാൽക്കുലേഷൻ ഒരു കുറേ വലിയൊരു
P5 ഓഫ് എക്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടിയ ഒരു എൻ വാല്യൂ ആണെങ്കിൽ ഒരു വളരെ വലിയ ടേം ആയിരിക്കും, അതിനെ സിംപ്ലിഫൈ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പി എൻ ഓഫ് എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഫോർമുലയാണ്, ഒരു ഈസി ആയിട്ട് പി എൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഫോർമുലയാണ് റോഡ്രിക്സ് ഫോർമുല. ഓക്കെ, അത് പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു 1/2 raised to n factorial and nth derivative of x square minus 1 raised to n. Okay, റോഡ്രിക്സ് ഫോർമുല ഫോർ ലെജൻഡ്സ് പോളിനോമിയൽ. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമേ y ഈസ് ഈക്വൽ ടു, ഇതിനെ y എന്ന് വിളിച്ചു, സ്ക്വയർ മൈനസ് 1 റെസ്റ്റ് ടു n-നെ y എന്ന് വിളിച്ചു, dy/dx എടുത്തു, dy/dx എടുത്തു, n ഇൻറ്റു x റെസ്റ്റ് സ്ക്വയർ മൈനസ് 1 ഓൾ റെസ്റ്റ് ടു n മൈനസ് 1 ടു എക്സ്. ഇനി രണ്ട് സൈഡിലും എസ് സ്ക്വയർ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമോ എന്ന് നോക്കണം. ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ ഓക്കെ, അതുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മുടെ റോഡ്രിക്സ് ഫോർമുല കറക്റ്റാണെന്ന് നമുക്ക് തെളിയിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് എസ് സ്ക്വയർ മൈനസ് 1 രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കിട്ടും, എസ് സ്ക്വയർ മൈനസ് 1 dy/dx 2nx സ്ക്വയർ മൈനസ് 1 റേസ് ടു n. ഓക്കെ, ഇനി എസ് സ്ക്വയർ മൈനസ് 1 റേസ് ടു n-നെയാണ് നമ്മൾ y എന്ന് വിളിച്ചത്, അപ്പോൾ ഇതിനെ y എന്ന് മാറ്റി എഴുതി 2nx y. ഓക്കെ, ഇനി ഇതിനെ ഈ ഇക്വേഷനെ n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള തിയറമാണ് ലെയ്ബ്നിറ്റ്സ് തിയറം. ഓക്കെ, അത് കണ്ടിട്ട് കാണുമായിരിക്കും. ഓക്കെ, ഇക്വേഷൻ പറയുന്നു nth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു വി എന്ന് പറയുന്നത് ഈക്വൽ ടു nc0 nth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു വി പ്ലസ് nc1 ഇൻറ്റു n-1th ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് nc2 n-2th ഡെറിവേറ്റീവ് ഓഫ് u സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് v, അങ്ങനെ പോകുന്നു. അവസാനം ncn ഫസ്റ്റ് ടേം ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v. അപ്പോൾ ആ ഫോർമാറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ dy/dx-നെ u എന്നും സ്ക്വയർ മൈനസ് 1-നെ v എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഫസ്റ്റ് ടൈം nth ഡെറിവേറ്റീവ് ഓഫ് n+1 ടൈംസ് ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, u ആണ് നമ്മുടെ ഫസ്റ്റ് ടൈം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഡെറിവേറ്റീവ് കിടക്കുന്നത്, dy/dx ഫോമിൽ കിടക്കുന്നത്, അതിനെ n+1 ടൈം ഡെറിവേറ്റീവ് എടുത്താലും n+2th ഡെറിവേറ്റീവ് ഓഫ് ഈ ടേം, അതാണ് അതാണ് ഈ ടൈം കാണിക്കുന്നത്. ഇൻറ്റു അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇതിനെ ഒന്നും ചെയ്യുന്നില്ല, അത് എവിടെ ഇട്ടു, പ്ലസ് നമ്മൾ n+1 ടൈംസ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ n+1 c1 d റേസ് ടു n+2, അതായത് ഒന്ന് കുറച്ചു. ഇവിടെ n+1 n+2 ആയിരുന്നു, അതിനൊന്ന് കുറച്ചു n+1 ആയി ഡെറിവേറ്റീവ് എടുത്തു, ഇൻറ്റു ഫസ്റ്റ് ടൈമിൻ്റെ അതല്ല സെക്കൻഡ് ടൈമിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു 2x പ്ലസ് n+1 c2 nth ഡെറിവേറ്റീവ് ഓഫ് dy/dx ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഇത് അപ്പോൾ 2 ഈക്വൽ ടു ഇനി ഇതിനെയും ഇത് എക്സ് ഇൻറ്റു വൈയെയും നമ്മൾ y എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് dn ബൈ ഓക്കെ അപ്പോൾ 2nx/a ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അത് ലെയ്ബ്നിറ്റ്സ് തിയറം ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ ഈക്വൽ ടു 2n കോമൺ ആയിട്ട് എടുത്ത് ഫസ്റ്റ് എക്സ് സെക്കൻഡ് ടൈം ആയിട്ട് എടുത്തു,
വൈയെ ഫസ്റ്റ് ടൈം ആയിട്ട് എടുത്തു. അപ്പോൾ എൻ പ്ലസ് വണ്ണത്തെ ഡെറിവേറ്റീവ് എടുക്കണം. ഡി എൻ പ്ലസ് വണ്ണത്തെ ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് ഓക്കെ മറ്റേ ഫോർമാറ്റ് തന്നെ എൻ പ്ലസ് വൺ സി വൺ ഡി ഓക്കെ nth ഡെറിവേറ്റീവ് ഓഫ് വൈ ഇൻറ്റു എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് 1. ഓക്കെ ഇനി ഈ എൻ പ്ലസ് വൺ സി വൺ എന്തൊക്കെയാണ് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സ്ക്വയർ മൈനസ് വൺ പ്ലസ് എൻ പ്ലസ് ടു ദ ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് 2 ഇൻറ്റു ഇവിടെ 2x കിടപ്പുണ്ട്. എൻ പ്ലസ് വൺ സി വൺ എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് വൺ ആണ് പ്ലസ് എൻ പ്ലസ് വൺ സി ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ വരും. 2 ഫാക്ടോറിയലും ഇവിടെ ഒരു 2 ഫാക്ടോറിയൽ വരും ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ അത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ഈക്വൽ ടു ഇവിടെ 2nx പ്ലസ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു 2. ഓക്കെ അടുത്തതായിട്ട് ഇതിലും എൻ പ്ലസ് ടു ഡെറിവേറ്റീവ് ഉണ്ട്, എൻ പ്ലസ് വൺ ഡെറിവേറ്റീവ് ഉണ്ട്, എന്ത് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വശത്തുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടും ക്ലബ് ചെയ്യുന്നു. സ്ക്വയർ മൈനസ് വൺ പ്ലസ് എൻ പ്ലസ് ടു ഡെറിവേറ്റീവ് വൈ പ്ലസ് 2x. ഓക്കെ ഇവിടെ 2x കോമൺ ആണ്. ഇതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കുക. 2x കോമൺ ആണ്. പിന്നെ മിച്ചം വരുന്നത് എൻ പ്ലസ് വൺ മൈനസ് എൻ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് വൈ മൈനസ് ഓക്കെ ഇവിടെ 2n ഇൻറ്റു എൻ പ്ലസ് വൺ ഉണ്ട്. ഇവിടെ n ഇൻറ്റു എൻ പ്ലസ് വൺ. അപ്പോൾ മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൈനസ് n ഇൻറ്റു എൻ പ്ലസ് വൺ എൻ്റെ ഡെറിവേറ്റീവ് വൈ ആവും. ഓക്കെ അടുത്തത് ഓക്കെ ഇനി ഇതിനെ അതിൻ്റെ സൈൻ ഒന്ന് മാറ്റുന്ന എല്ലാത്തിൻ്റെയും. ഇപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ എൻ പ്ലസ് ടു ഡെറിവേറ്റീവ് വൈ മൈനസ് 2x എൻ പ്ലസ് വൺ ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് എൻ പ്ലസ് വൺ എൻ്റെ ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ മുമ്പ് കണ്ട ഇക്വേഷനിനകത്ത് ഫൈ ഓഫ് എക്സ് ഡി എന്ത് ഡെറിവേറ്റീവ് വൈയെ ഫൈ ഓഫ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ ഫൈ ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഫോമിലിട്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫൈ മൈനസ് 2x ഡി ഫൈ ബൈ ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഫൈ ഈക്വൽ ടു 0. ഇത് നോക്കി, ഇത് നമ്മുടെ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അതേ ഫോർമാറ്റിൽ കിടക്കുന്നു. 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. ഓക്കെ ഇനി പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. അതായത് ഒരു ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ അല്ലേ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഫൈ. അതെന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഡെറിവേറ്റീവ് വൈ. ഓക്കെ നമ്മൾ മുമ്പ് ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടപ്പോൾ, നമ്മൾ ഇതിന് മുമ്പേ ഈ റോട്ടറിക്സ് ഫോർമുല പറയുന്നതിന് മുമ്പേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തപ്പോൾ നമുക്ക് ഒരു ലെജൻഡർ പോളിനോമിയലാണ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനായിട്ട് കിട്ടിയത് പി എൻ ഓഫ് എക്സ് അല്ലേ? അതായത് ആദ്യം നമ്മൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? ഫൈ ഈക്വൽ ടു ഫൈ എന്താണെന്ന് നമുക്ക് കിട്ടേണ്ടത്. ഇതിന് മുമ്പത്തെ ഫോർമാറ്റിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ, ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കിട്ടിയ സൊല്യൂഷൻ എന്താണ്? പി എൻ ഓഫ് എക്സ്. അപ്പോൾ രണ്ടും ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ ഫൈയും മുമ്പത്തെ പി എൻ ഓഫ് എക്സും തമ്മിലൊരു റിലേഷൻ എന്തായാലും കാണണം. ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് ആണെന്ന് അറിയത്തില്ല. ഓക്കെ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം രണ്ടും ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതുകൊണ്ട് രണ്ടിനെ റിലേറ്റ് ചെയ്യാം. അതുകൊണ്ട് പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ഇനി സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാനായിട്ട് വൈ എന്താണെന്ന് നമുക്കറിയാം. ആദ്യം നമ്മൾ കണ്ടായിരുന്നു ഈ റോട്ടറി ഫോർമുല തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു വൈ ഈസ് ഇക്വൽ ടു സ്ക്വയർ മൈനസ് 1 റൈസ് ടു n. ഓക്കെ എനിക്ക് ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോർമാറ്റിലാണ്
അപ്പോൾ എക്സ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു എക്സ് പ്ലസ് വൺ റേസ് ടു എൻ എന്ന് ആക്കും. പിന്നെ ലെവൻസ് തിയറി ഉപയോഗിക്കുക. ഓക്കെ, ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ് എൻ ടൈംസ്. ഓക്കെ, അപ്പോൾ ഡി റേസ് ടു എൻ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് റേസ് ടു എൻ ഈക്വൽ ടു ഇത് ബി എന്ന് പറയാം, ഇത് യു. അപ്പോൾ ഇതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എടുത്തു, എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൺ റേസ് ടു എൻ ഇൻറ്റു ഫസ്റ്റ് ടൈമിന് അതുപോലെ തന്നെ ഇട്ടു പ്ലസ് എൻ സി വൺ സെക്കൻഡ് ടൈമിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു എൻ എക്സ് മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ. ഇനി ഫസ്റ്റ് ടൈമിൻ്റെ എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് എടുത്തു. ഓക്കെ, അങ്ങനെ പോകുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനം തീരാറായി കഴിയുമ്പോൾ എൻ സി എൻ മൈനസ് വൺ ഇൻറ്റു സെക്കൻഡ് ലാസ്റ്റ് ടൈമാണിത്. ഓക്കെ, അതായത് ഇത് ഈ എക്സ് പ്ലസ് വൺ റേസ് ടു എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ എൻ ഇൻറ്റു എക്സ് പ്ലസ് വൺ റേസ് ടു എൻ മൈനസ് വൺ. ഇത് എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈ ടൈം സെക്കൻഡ് ടൈം പ്ലസ് എൻ സി എൻ x plus 1 raised to n in the derivative x minus 1 raised to n. Okay, ഇനി എന്നിന് നമ്മൾ ഇപ്പോൾ എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കാൻ പോകണം. ഓക്കെ, എക്സിന് നമ്മൾ എക്സ് ഇക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ എക്സ് ഇക്വൽ ടു 1 കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എക്സ് ഇക്വൽ ടു 1 കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഈ എക്സ് മൈനസ് 1 ഉള്ള ടേംസ് എല്ലാം സീറോ ആയി പോകുമല്ലോ. 1 മൈനസ് 1 വരും, ഇവിടെ 1 മൈനസ് 1 വരും, അതെല്ലാം സീറോ ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ ടൈംസ് എക്സ് മൈനസ് വൺ ടൈംസ് എല്ലാം സീറോ ആയി പോകും. പിന്നെ ഇവിടെ ചിലപ്പോൾ ഒരു സംശയം വരാം. ഓക്കെ, ഈ റേസ് ടു എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് എൻ വൺ റേസ് ടു എൻ അതെങ്ങനെ സീറോ ആയി പോകും. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ടേം ഒഴിച്ച് ബാക്കിയെല്ലാം സീറോ ആയി പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടൈം എങ്ങനെ സീറോ ആയി പോകുന്ന സംശയം ഉണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിച്ചു. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഡി ബൈ ഇവിടെ 2 ആണെങ്കിൽ 2 മൈനസ് 1. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞാൽ 2x മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ എക്സ് ഇക്വൽ ടു 1 കൊടുത്ത് കഴിയുമ്പോൾ 2 മൈനസ് 2 സീറോ ആയി പോകും. അപ്പോൾ ഈ ഡെറിവേറ്റീവ് 0 0, അപ്പോൾ ഈ ടേം 0 ആയി പോകും. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1 റേസ് ടു എൻ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x മൈനസ് 2 എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു 2 വരും അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ ഡി സ്ക്വയർ എക്സ് മൈനസ് 1 റേസ് ടു നമ്മൾ ഡി എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ ഈ ടേം സീറോ ആയി പോകത്തില്ല, ഈ ടേം സീറോ ആയിട്ട് പോകത്തില്ല. പിന്നെ പറയുന്നു ഈ ഇത്ര ഭാഗം, ഓക്കെ, ഇത് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ആണെന്ന് പറയുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ 2 എനിക്കിവിടെ ഇതിൻ്റെ വാല്യൂ ഒരു എടുത്ത് 2 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് 3 ആണെങ്കിൽ എനിക്കിവിടെ 3 ഫാക്ടോറിയൽ കിട്ടും, അത് കിട്ടും 6. അതായത് അതിൻ്റെ എക്സ്പാൻഷൻ എടുത്തിട്ട് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ആണെന്ന് കിട്ടി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. ഓക്കെ, എൻ സി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സി എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഇവിടെ എൻ മൈനസ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ എക്സിന് 1 കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് 1 ആണ്, എക്സിന് 1 കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 2 റേസ് ടു എൻ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞു, എൻ ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് ഡെറിവേറ്റീവ് y ഈസ് ഈക്വൽ ടു അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 2 റേസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. ഓക്കെ, നമ്മൾ എവിടുന്ന് പറഞ്ഞു, നമ്മൾ
പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ സി കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ പി എൻ ഓഫ് വൺ എന്താണെന്ന് നമ്മൾ എക്സ് ഈക്വൽ ടു വൺ അല്ല കൊടുത്തപ്പോൾ പി എൻ ഓഫ് വൺ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഫൈ ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. ഫൈ ഓഫ് എക്സിൻ്റെ വാല്യൂ, ഫൈ ഓഫ് എക്സിന് നമ്മൾ എൻ്റെ ഡെറിവേറ്റീവ് വൈ ആണ് നമ്മൾ എടുത്തത്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഡി റേസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എക്സ് റേസ് ടു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 റേസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു പി എൻ ഓഫ് വൺ ഡിവൈഡ് ബൈ 2 റേസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. പി എൻ ഓഫ് വൺ എത്രയാണെന്ന് നമുക്കറിയാം, മുമ്പ് കണ്ടുപിടിച്ചാണ്. പി എൻ ഓഫ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ സി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 റേസ് ടു എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഫൈ ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സ് എന്താണ്? ഓക്കെ, എൻ്റെ ഡെറിവേറ്റീവ് ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെറിവേറ്റീവ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1 റേസ് ടു എൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്രിക്സ് ഫോർമുല. ഇനി നമുക്ക് ഇപ്പോൾ പി എൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഈസി വേ ആണെന്ന് പറഞ്ഞായിരുന്നു റോഡ്രിക്സ് ഫോർമുല. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കണ്ടുപിടിക്കാം. പി സീറോ ഓഫ് എക്സ്, പി വൺ ഓഫ് എക്സ്, പി ടു ഓഫ് എക്സ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഡയറക്റ്റ് എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പി സീറോ ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻറ്റു 1 വരും. പി വൺ ഓഫ് എക്സ് വരും. പി ടു ഓഫ് എക്സ് ഓക്കെ ഹാഫ് 3x സ്ക്വയർ മൈനസ് 1. ഓക്കെ, P3 P4 എല്ലാം കിട്ടും. ഓക്കെ, ഇനി ഇതിനൊരു ജനറൽ ഫോർമാറ്റ് വേണം പറയാം. പി എൻ ഓഫ് എക്സ് സമ്മേഷൻ ആർ ഇസ് 0 to n minus 1 raised to r 2n minus 2r factorial divided by 2 raised to n r factorial n minus r factorial n minus 2r factorial into x raised to n minus 2r.